Okay, uh, here I am discussing a question like how to take a two-digit number. Okay, the question is the sum of two-digit number and the number obtained by reversing the digit is 66. Sum of two-digit number and number obtained by reversing it. സിക്സ്റ്റി സിക്സ്. അതായത് ഇതിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ മീനിങ് എന്താ? ടു ഡിജിറ്റ് നമ്പേഴ്സ്, രണ്ട് ടു ഡിജിറ്റ് നമ്പേഴ്സിന്റെ സമ്മ് 66 ആണ്. ആ രണ്ട് ടു ഡിജിറ്റ് നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ? ഒരു നമ്പർ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ സപ്പോസ് എടുക്കുകയാണ് 27 എടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് നമ്പർ എന്തായിരിക്കണം? റിവേഴ്സിംഗ് ഇറ്റ് മീൻസ് 72. ഓക്കെ, ഈ രണ്ട് ടു ഡിജിറ്റ് നമ്പേഴ്സിനെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും 66 കിട്ടുമെന്ന്. ഓക്കെ, അപ്പോൾ ആ നമ്പേഴ്സ് ഏതാണെന്നാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. നമുക്ക് ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾ, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിളിലെ ക്വസ്റ്റ്യൻ ആണിത്. ചാപ്റ്റർ 3 നമുക്കറിയാം ടു ഇക്വേഷൻസ് ഉണ്ടാകും, എന്നാലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റൂ. പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ്. സോ ഒരു ഒരു ഇക്വേഷന് ഫോം ചെയ്യാനുള്ള പോയിന്റ് ആണ് ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഒരെണ്ണം കൂടി തന്നിട്ടുണ്ട്. ഇഫ് ഡിജിറ്റ് ഓഫ് ദി നമ്പർ ഡിഫർ ബൈ ടു. ഇപ്പൊ നമ്മൾ ആ എടുക്കുന്ന നമ്പേഴ്സിനെ ഡിജിറ്റ്സ്, ഇപ്പൊ ഇവിടത്തെ ആണെങ്കിൽ 7 - 2 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും എന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോ ഡിജിറ്റ്സ് ഡിഫർ ബൈ 2. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എങ്ങനെ ഈ നമ്പേഴ്സിനെ എടുക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ആദ്യം എന്തെടുക്കുക? നമ്പേഴ്സ്, ദി നമ്പേഴ്സ് ടു ഡിജിറ്റ് നമ്പർ നമ്മൾ എന്തെടുക്കണം? നമ്മൾ എപ്പോഴും ഓർക്കുക, ടു ഡിജിറ്റ് നമ്പർ എടുക്കാൻ പറഞ്ഞാല് XY എന്നല്ല എടുക്കണ്ടേ. ഓക്കെ, X ഉം Y ആണ് വേരിയബിൾ എന്ന് അറിയാം, ബട്ട് XY എന്ന് എടുക്കരുത്. ഇപ്പൊ 27 എന്നുള്ള നമ്പർ ആണെങ്കിൽ XY എന്ന് എടുത്താല് XY അങ്ങനെ നമ്മൾ X+Y എന്ന് എടുത്താല് അല്ലെങ്കിൽ X+Y എന്ന് എടുത്താല് 2+7 9 അല്ലേ കിട്ടുള്ളൂ. അങ്ങനെയല്ല നമ്മൾ എടുക്കേണ്ടത്. എങ്ങനെ എടുക്കണം? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ, പ്ലേസ് വാല്യൂ ഫേസ് വാല്യൂ ഒക്കെ. അപ്പൊ അവിടെ ഇപ്പൊ ഒരു 23 എന്നുള്ള നമ്പർ ആണെങ്കിൽ 3 ഈസ് വൺസിന്റെ പ്ലേസ്, 2 ഈസ് ടെൻസിന്റെ പ്ലേസ് അല്ലെ. 23 എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് എക്സ്പാൻഡഡ് ഫോമിൽ എഴുതുക? 2 × 10 + 3 × 1 അല്ലെ, 20 + 3. അങ്ങനെയാണ് നമുക്ക് 23 എന്ന് കിട്ടുക. അപ്പോ അതിനെ ആ ഒരു ഫോമിൽ എഴുതാന്ന് പറഞ്ഞാൽ ഈ ഡിജിറ്റ്സിനെയാണ് നമ്മൾ എക്സും വൈ ആയിട്ട് എടുക്കേണ്ടത്. X+Y എന്നുള്ളത് ഇങ്ങനെ എടുത്താൽ X+Y = 9 എന്നല്ല എടുക്കേണ്ടത്. പകരം നമ്പർ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം? X2ഉം Y7ഉം ആണെങ്കിൽ 10x+Y എന്ന് എടുക്കണം ആ നമ്പർ ഒപ്റ്റൈൻ ചെയ്യാൻ. അപ്പൊ കറക്റ്റ് അല്ലേ നോക്കിയേ? ഇപ്പൊ 10x+Y എന്നാകുമ്പോ 10 × 2 + 7, നമുക്ക് 27 കിട്ടിയല്ലോ. കിട്ടിയില്ലേ? 10 × 2 + 7 ചെയ്തപ്പോ 27 കിട്ടി. അപ്പൊ അതുപോലെ ഒരു ടു ഡിജിറ്റ് നമ്പർ എടുക്കാൻ പറഞ്ഞാൽ എങ്ങനെ എടുക്കുക? 10x+Y എന്ന് എടുക്കുക കേട്ടോ. വേർ X and Y are the digits. Okay, X and Y are digits. ഇനി റിവേഴ്സ് നമ്പർ, അതിന്റെ റിവേഴ്സ് നമ്പർ ഏതായിരിക്കും വരാ? ഇവിടെ വൺസിന്റെ പ്ലേസിൽ വന്നേക്കുന്നത് ടെൻസിന്റെ പ്ലേസിൽ വരും. അങ്ങനെയല്ലേ ഒരു റിവേഴ്സ് നമ്പർ വരാം, 10y + x. ഓക്കെ, ഇതാണ് അവിടുത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ്. അതായത് നമ്മൾ ആ നമ്പറിനെ എങ്ങനെ എടുക്കും എന്നുള്ളത്. ടു ഡിജിറ്റ് നമ്പറിനെ നമ്മൾ എങ്ങനെ എടുക്കാം? 10x+Y എന്ന് എടുക്കാം. അതിന്റെ റിവേഴ്സ് നമ്പറിനെ 10y + x എന്ന് എടുക്കാം. ഇനി അതിന്റെ ഡിജിറ്റ്സ് ഒക്കെ ഏതാണ്? എക്സും വൈയും ആണ്. ഇനി അത് വെച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം.
നമുക്ക് തന്നേക്കുന്നത് വെച്ചിട്ട് നമുക്ക് ഇനി എന്ത് റൈറ്റ് ചെയ്യാൻ പറ്റും? സം ഓഫ് 2 ഡിജിറ്റ് നമ്പർ ആൻഡ് നമ്പർ ഒബ്റ്റൈൻഡ് ബൈ റിവേഴ്സിംഗ് ഇറ്റ് ഈസ് 66 എന്ന് പറഞ്ഞാല് ഈ ഈ ഇതും ആഡ് ചെയ്താൽ 66 കിട്ടും എന്നാണ്. 10x+y പ്ലസ് 10y പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 66. പിന്നെ സെക്കൻഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡ് നമുക്ക് പറഞ്ഞേക്കുന്നത് എക്സ് ഡിജിറ്റ്സിന്റെ ഡിഫറൻസ് 2 ആണെന്ന്. ദാറ്റ് മീൻസ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 2 എന്നാണ്. ഓക്കെ, ഇതിനൊന്ന് സോൾവ് ചെയ്താല് 10x+x എന്ന് പറഞ്ഞാൽ 11x പ്ലസ് 10y പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 11y is equal to 66. So here we get two pairs of linear equations. No, pair of linear equation. Okay? ഇനി ഇതിന് സോൾവ് ചെയ്താൽ പോരെ? നമ്മൾ എന്തൊക്കെ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്? സബ്സ്റ്റിറ്റ്യൂഷനോ എലിമിനേഷനോ ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്യുക. ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 2 എന്നാണെങ്കിൽ ഇവിടെ നമുക്ക് എക്സിനെ എങ്ങനെ എടുക്കാം? എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് വൈ എന്ന് എടുക്കാം. സോ ഇവിടെ എക്സിന്റെ പ്ലേസിൽ ഞാൻ 2 പ്ലസ് വൈ അപ്ലൈ ചെയ്യാണ്. ഇക്വേഷൻ 1 എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് വൈ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 11 ഇൻറ്റു 2 പ്ലസ് വൈ പ്ലസ് 11y ഈക്വൽ ടു 66. സോ 22 പ്ലസ് 11y പ്ലസ് 11y ഈക്വൽ ടു 66. ഇതിന്റെ ബാലൻസ് നമുക്ക് എങ്ങനെ എഴുതാം? (22y) is equal to 22നെ ഇവിടുത്തെ 22നെ ട്രാൻസ്പോസ് ചെയ്യുക. 66 മൈനസ് 22. അപ്പോൾ 22y is equal to 44. y is equal to 44 ഡിവൈഡഡ് ബൈ 22. ഇതൊരു 2 വരും അല്ലേ? എക്സിന് എന്ത് വാല്യൂ കൊടുക്കാം? വി നോ ഇക്വേഷൻ 2. ഇക്വേഷൻ 3 കൊടുക്കാം ഇത്. അപ്പൊ ഫ്രം ഇക്വേഷൻ 3 എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് വൈ ആണ്. ദാറ്റ് മീൻസ് 2 പ്ലസ് 2 ഇറ്റ്സ് ഈക്വൽ ടു 4. നിങ്ങൾക്കിത് വേണമെങ്കിൽ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ 2നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് രണ്ട് ഇക്വേഷനിലും എക്സിന്റെ കോയിഫിഷ്യൻസും വൈന്റെ കോയിഫിഷ്യൻസും ഈക്വൽ ആയി വന്നു. ജസ്റ്റ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാം, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ ഹിയർ ദി നമ്പർ ഏതാ നമുക്ക് കിട്ടുന്നേ? ദി നമ്പർ ഈസ് ആൻസർ എന്താ എടുത്തേ? നമ്പർ ഈസ് എക്സ് വൈ അല്ലേ? ഈക്വൽ ടു 42. റിവേഴ്സ് എന്താ വരാ? 24. ഉണ്ടോ? ഓക്കെ.